ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഇസ്രായേലിനെ കുറിച്ച് വാണക്കുറ്റി ക്രിസംഗികളെ കുറിച്ചാണ്. ആ ക്രിസംഗികളുടെ തലവന്റെ പേരാണ് ലിജിൻ സെബാസ്റ്റ്യൻ. 2 ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ല, ലവന്മാർ ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ലവന്മാരുടെ പരിപാടി എന്താണെന്നറിയാം, ഇസ്രായേലിനെ കുറിച്ചോ നെതന്യാഹിനെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇരുന്ന് നിന്നും തെറി വിളിക്കലാണ് ലവന്മാരുടെ സ്ഥിരം പരിപാടി. അപ്പൊ അവൻ അയച്ചെന്ന വീഡിയോയിലുണ്ടല്ല, ലവന്മാർ പൂര തെറിയാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു, ഇത്രയും പൂര തെറി വിളിക്കുന്ന ലവന്മാരെ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന്. പിന്നെ ഞാൻ വിളിച്ചു, ലവന്മാർ എന്തായാലും റിയാക്ട് ചെയ്താലേ പറ്റൂ. ഞാൻ അതുകൊണ്ടിട്ടില്ല, ലവന്മാർ വിളിച്ച തെറി ഉണ്ടല്ല, അത് ലേശം കട്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിർബന്ധമായിട്ടും ഇയർഫോൺ വെച്ചിട്ടേ കാണണ്ടു. എന്തായാലും ഞാനുണ്ടല്ല, ഈ ക്രിസംഗി വേട്ടാവളിയന്മാർ ഇസ്രായേലിനെ കുറിച്ച് നെതന്യാഹിനെ കുറിച്ച് എന്തെങ്കിലും വിമർശിച്ചാൽ അവരൊക്കെ തെറി വിളിക്കുന്ന ആ മനോഹരമായ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ് പറയാതെ ചില ചേട്ടന്മാർക്ക് ഇത് കാണുമ്പോഴേ ഇപ്പൊ കുരുപൊട്ടാൻ തുടങ്ങും. പൊട്ടണമല്ലോ, പൊട്ടാൻ വേണ്ടിയാണല്ലോ പറയുന്നത്. നമ്മളിങ്ങനെ വീഡിയോയ്ക്ക് അടിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് തെറി തന്നെ കമന്റ് ഇടുന്നത് ചില സുഡാപ്പിയൊക്കെ മാത്രമേ ഉള്ളൂ. ചില തീവ്രവാദി മൈൻഡ് ഉള്ളവർക്ക് മാത്രമാണ് അത് കുഴപ്പമില്ല. ഇസ്രായേലിൽ വന്നിട്ട് ഞങ്ങൾ 2 വർഷം വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ യുദ്ധം വന്ന സമയത്ത് വീഡിയോ ഇടുമ്പോഴാണ് ചിലവന്മാർക്ക് ഇത് കാണുമ്പോൾ പൊട്ടുന്നത്. അത് ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അപ്പം ഓരോരുത്തർ ഇത് അയച്ചു തരുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത്. പിന്നെ ഈ കമന്റ് ഇടുന്ന ഒന്നേ പറയാവുള്ളൂ. നീയൊക്കെ കമന്റ് ഇട്ടു, ഒരു കമന്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാ വീഡിയോയ്ക്ക് അത് തന്നെ ഇടുക. എടാ, നീയൊക്കെ ആണെങ്കിൽ ഒറ്റത്തണ്ടൊക്കെ ആണെങ്കിൽ പല വീഡിയോക്കും പല കമന്റ് ഇടുക, കൊണ്ട് വിഷയമില്ല. പിന്നെ എല്ലാവർക്കും എന്തും പറയാം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇനി 10 ദിവസം ഇവിടെ അവധിയാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം. ആ കമന്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഇട്ട 40 സെക്കൻഡ് വീഡിയോന്റെ എടുക്കണ്ടല്ല, ഈ വേട്ടാവളിയന്മാർ 10 പുളിച്ച തെറി ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പുളിച്ച തെറി വിളിക്കുന്ന ഈ ക്രിസംഗി വേട്ടാവളിയന്മാരാണ് ലവന്മാർ മറ്റുള്ളവര് തെറി വിളിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ ഇസ്രായേലുള്ള ക്രിസംഗി വർണ്ണങ്ങളെ, വേട്ടാവളിയന്മാരെ, ഇത്രയും വൃത്തികെട്ട നിങ്ങളോട് എന്ത് മാന്യമായിട്ടാണ് ആൾക്കാർ തിരിച്ചു പറയേണ്ടത്? നീയൊക്കെയുണ്ടല്ല സത്യം പറഞ്ഞാല് ഇത്തരം വൃത്തികെട്ട വീഡിയോ ചെയ്തിട്ട് കരുതിക്കൂട്ടി നിന്റെയൊക്കെ വീട്ടിലുള്ളവരാ കരുതിക്കൂട്ടി നീയൊക്കെ തെറി വിളി കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് വയറ് നിറയെ വാങ്ങിയിട്ട് മിണ്ടാണ്ട് കിടക്കുക, അതേ ഉള്ളൂ രക്ഷ. പിന്നെ നീയൊക്കെയാണല്ലോ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞെ, നീയൊക്കെയാണ് ശരിയായ തീവ്രവാദി. അതാണ് മറ്റുള്ളവരുടെ മതം കാണുമ്പോൾ നിനക്കൊക്കെ ഇത്രമാത്രം കുരുപൊട്ടുന്നത്. അതുമാത്രമല്ല, നീയൊക്കെ യഥാർത്ഥ തീവ്രവാദികളായതുകൊണ്ടാണ് നെതന്യാഹു ചെയ്ത ഇത്രയും വലിയ ചെറ്റത്തരുണ്ടല്ലോ അതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവനൊക്കെ ഇത്രമാത്രം വന്നിട്ട് ന്യായീകരിക്കുന്നത്. പിന്നെ നിന്റെയൊക്കെ വർത്താനം കണ്ടെത്തുന്നു നീയും കുറച്ച് ക്രിസംഗികൾ മാത്രമേ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ല, മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ആരെങ്കിലും പോയിട്ട് തെറി വിളിക്കുന്നുണ്ടോ? നിന്നെയൊക്കെ എന്തുകൊണ്ടാണ് തെറി വിളിക്കുന്നത്? നിന്റെയൊക്കെ ഉണ്ടല്ല കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും മൊത്തം വൃത്തികേടാണ്, മൊത്തം വർഗീയതയാണ് നിനക്കൊക്കെ. അതുകൊണ്ട് നീയൊക്കെ ഉണ്ടല്ല തെറി ഇങ്ങനെ കേൾക്കുന്നത്. നിനക്കൊക്കെ തെറി കേൾക്കാണ്ടല്ല, നല്ല പുളിച്ച തെറിയൊക്കെ കേൾക്കാൻ പറ്റി നീയൊക്കെ ബാധ്യസ്ഥനാണ്. പിന്നെ ലവന്മാർ പറയുന്നുണ്ട് ആരും തെറി ഇവന്മാരെ കോപ്പി പേസ്റ്റ് ചെയ്ത തെറി വിളിക്കാൻ പാടില്ല, പുതിയ തെറി വിളിക്കണമെന്ന്. വേട്ടാവളിയന്മാരെ, നിന്നെയൊക്കെ പുതിയ തെറി വിളിച്ചാലുണ്ടല്ല, ആ പുതിയ തെറിയില്ലേ അവർക്ക് പോലും നാണക്കേടായി പോകും. ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ലവന്മാർ ഇന്നലെ ഉണ്ടല്ലോ പെസഹ വ്യാഴത്തിന് പള്ളി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ തന്നെ ഇസ്രായേൽ യാതൊരു കുഴപ്പമില്ലാന്ന് തള്ളുന്ന ലവന്മാരുടെ ഭാഗ്യം തന്നെ ഇസ്രായേലും ജെറുസലേമിലും എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാതെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പെസഹ വ്യാഴത്തിന് പള്ളി പോയ ലവന്മാരുടെ ഈ വേട്ടാവളിയന്മാരുടെ വായിന്ന് പൊട്ടത്തരം വീഴുന്നത് കേട്ടിട്ട് വന്നാലോ? പെസഹ ആണല്ലോ, അപ്പം പെസഹാടനുബന്ധിച്ച് നമുക്ക് ജെറുസലേം പള്ളി പോകാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങള് നസർത്ത് പള്ളി വന്നിരിക്കുകയാണ്. ഇതാണ് നസർത്ത് പള്ളി. ഇത് കടിയുള്ളമാരിപ്പോ വരും, അവര് കമന്റ് ബോക്സ് വന്ന് കിടക്കുക. ഞങ്ങള് സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. കേട്ടല്ലോ ലവന്മാരുടെ ഈ വേട്ടാവളിയന്മാരുടെ വായിന്ന് പുറത്തു വന്നത് ജെറുസലേം പള്ളിയില് ലവന്മാർക്ക് പോകാൻ പറ്റില്ലാന്ന്. എന്തുകൊണ്ടാണ്? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലവന്മാരുണ്ടല്ല പെട്ടിയിലായിരിക്കും തിരിച്ചുകൊണ്ട് വരുക. കാരണം ഉണ്ടല്ല, ജെറുസലേം പള്ളിയില് പൂട്ടിയിട്ടാവുള്ളേ, അവിടെ ഉണ്ടല്ലോ ഒരു പ്രാർത്ഥനയും നടക്കുന്നില്ല. അതുകൊണ്ടല്ല അവിടെ ചോർച്ചയുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അറ്റകുറ്റ പണിയുള്ളത് കൊണ്ടല്ല, ഇറാന്റെ മിസൈൽ വന്നുകൊണ്ടേയിരിക്കുന്നു ജെറുസലേമിൽ. അതുകൊണ്ടാണ് ജെറുസലേം പള്ളി പൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് അവിടെയുള്ള ഒരു പള്ളി പോലും തുറക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് ലവന്മാർ വന്നിട്ട് വീരവാദം മുഴക്കുന്നത്. എന്തായാലും നിങ്ങളെ വായിന്ന് ഇസ്രായേലിനെ കുറിച്ച് ഇത്രമാത്രം തള്ളിയ നിങ്ങളെ വായി തന്നെ ജെറുസലേമിലേക്ക് നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം ഉണ്ടല്ല, അത് പുറത്തു വന്നല്ലോ, വളരെ സന്തോഷം. ഈ വേട്ടാവളിയും ക്രിസംഗികളും വിചാരം എന്താ അറിയാം, ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ എന്ന്. ഈ വേട്ടാവളിയന്മാർ പറഞ്ഞ പൊട്ടത്തിലുണ്ടല്ല, വേണമെങ്കിൽ കുറച്ച് ക്രിസംഗികളും കുറച്ച് സംഖ്യകളും മാത്രമേ വിശ്വസിക്കൂ, അല്ലാതെ വിവരം ബോധമുള്ള ആരും വിശ്വസിക്കില്ല വേട്ടാവളിയും ക്രിസംഗികളെ. കാരണം നീയൊക്കെ അവിടെ നിന്ന് പടച്ചു വിടുന്ന പൊട്ട വീഡിയോയില്ലേ, അതൊന്നല്ല ആൾക്കാർ കാണുന്നത്. ഒരുപാട് ന്യൂസിൽ, അതായത് അവിടുത്തെ സ്വതന്ത്രരായ പത്രപ്രവർത്തകർ ഒരുപാട് വീഡിയോസ് ഇസ്രായേലിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ ഒരുപാട് വീഡിയോസ് പുറത്തു വിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ല നീ ഇത്തരം വീഡിയോ ചെയ്തിട്ട് സംഘികളെയും ക്രിസ്ത്യങ്ങളെയും സുഖിപ്പിച്ചോ. പക്ഷെ ഇസ്രായേലിന്റെ കഥയൊക്കെ ഉണ്ടല്ല ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പെസഹ വ്യാഴത്തിന് ഇവനുണ്ടല്ല
വണ്ടിയിലേക്ക് പോകുമ്പോഴും ഇവന്റെയൊക്കെ വായുന്നുണ്ടല്ല വൃത്തികെട്ട വർഗീയത മാത്രം പുറത്തു വരുന്നത്. അതൊക്കെ പോട്ടെ, പെസഹ വ്യാഴവും ദുഃഖവെള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ ദൈവത്തിനെ ഇല്ലാതാക്കിയ ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ക്രിസംഖി വർണ്ണങ്ങള് ഇത്രമാത്രം സംസാരിക്കുന്നത്. സമ്മതിക്കണം ക്രിസംഖികളെ, നിങ്ങളെ സമ്മതിക്കണം. കാരണം ഉണ്ടല്ല യൂദാസ് പോലും ഉണ്ടല്ല നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ പേടിച്ചോടും. യൂദാസിനെയും കാട്ടി കഷ്ടാണ് നിങ്ങളെ അവസ്ഥ. സ്വന്തം ദൈവത്തിനെ ഇല്ലാതാക്കിയ ടീമിന് വേണ്ടി ഇത്രമാത്രം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ല നിങ്ങളൊക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ല ഈ ക്രിസംഖി വാണക്കുറ്റികൾ അടിച്ച് പൂസായിട്ടിട്ട ഒരു വീഡിയോ കാണിച്ചു തരട്ടാ. അതിനുശേഷം ഇസ്രായേലിന്റെ യഥാർത്ഥ അവസ്ഥയുണ്ടല്ല, യഥാർത്ഥ അവസ്ഥയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളൊരു ന്യൂസ് കാണാൻ ഇടയായി. ആ ന്യൂസ് നിങ്ങളെ ഇസ്രായേലിൽ നിന്നിട്ടുള്ള ന്യൂസ് ആണ്. അതിന്റെ അകത്ത് എല്ലാവരും മക്കളിലാണ്. ആദ്യം തൊട്ട് ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം 17 മിനിറ്റ് കൊണ്ട്, പക്ഷെ 17 മിനിറ്റ് മുമ്പിട്ട വീഡിയോ ആണ് മീഡിയ വണ്ണിന്റെ ചാനൽ മീഡിയ വണ്ണ്. ഇത് പുറത്ത് മഴ. ഇസ്രായേലിൽ നിന്നിട്ടാണ്, ഇസ്രായേലിൽ നസറത്തിൽ നിന്നിട്ടാണ്. ഇവിടെ ഗ്രീൻലാൻഡ് ഇസ്രായേലിലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇവരുണ്ടല്ല മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയെ കളിയാക്കിയിരുന്നു. ഈ വാർത്തയിൽ മീഡിയ വണ്ണ് പറഞ്ഞത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഇസ്രായേലുണ്ടായ ഒരുപാട് നാശനഷ്ടത്തെ കുറിച്ചാണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ ലവന്മാർ ഇരിക്കുന്നില്ലേ, ഈ ലവന്മാർ ഒളിച്ചിരിക്കുന്നില്ലേ, ആ ഏരിയയിൽ ഒരു നാശനഷ്ടവും സംഭവിച്ചില്ല. അതുകൊണ്ട് ലവന്മാരുടെ വിചാരമില്ല ഇസ്രായേലിൽ മൊത്തം ഒരു കുഴപ്പമില്ല എന്നാണ്. ഇതുപോലൊരു മരമുണ്ടെങ്കില്, ഇതുപോലൊരു വിഡ്ഢികള് ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുക? ഒന്നും വേണ്ട. 2 മുന്നെയാണ് ഒരു മലയാളി കൊല്ലപ്പെട്ടെന്നുള്ള വിവരം നമുക്ക് വന്നത്. ആ മലയാളി എങ്ങനെ കൊല്ലപ്പെട്ടെന്നോ എവിടുന്ന് കൊല്ലപ്പെട്ടെന്നോ ആ മലയാളിയുടെ ബോഡി ഉണ്ടല്ല തിരിച്ചു വന്നെന്നോ ഒരു വിവരവും നമുക്ക് ആർക്കും ഇതുവരെ കിട്ടിയില്ലല്ലോ. അതാണ് ഇസ്രായേൽ. ഒരു കാര്യം പുറത്തു വിടൂല. അതായത് ഇമാതിരി തള്ളുകളുന്ന ഈ വാണക്കുറ്റികളില്ലേ, ഈ ക്രിസംഖി വാണക്കുറ്റികൾ, ഇവരുടെ കുറ്റി പോയ പോലും ഇവന്മാർ പോലും അറിയില്ല ഇവന്മാരുടെ കുറ്റി പോയിന്ന്. അതുവരെ പുറത്തു പറയാൻ വേണ്ടി ഇസ്രായേൽ വിടൂല. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല ഇസ്രായേൽ ഇപ്പം നടക്കുന്ന ഇസ്രായേലിന്റെ യഥാർത്ഥ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അവിടുന്ന് അവിടെയുള്ള മലയാളികൾ ഉണ്ടല്ല, ഇസ്രായേലിൽ നടക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ല, ഇസ്രായേലിന്റെ നഷ്ടം പുറത്തു പറയുമ്പോഴാണ് ഇതുപോലുള്ള ക്രിസംഖി സംഖ്യകൾ അവരെ ഭീഷണിപ്പെടുന്നത്. അതുകൊണ്ട് മലയാളികൾക്ക് ആർക്കുണ്ടല്ല അവിടുത്തെ ബുദ്ധിമുട്ടൊന്നും പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ അവിടെയുണ്ടല്ല മലയാളികൾ മാത്രമല്ല ജോലി ചെയ്യുന്നത്, ഒരുപാട് ഹിന്ദിക്കാരുണ്ട്. അതിൽ ഒരു വനിത, ഒരു സ്ത്രീ ഉണ്ടല്ല, അവര് നേരിട്ട ഒരു ദുരന്തം. അതുകൊണ്ടല്ല ബങ്കറിൽ അവർ കുറച്ച് സമയം പേടിച്ച് വിറച്ചിരുന്ന കുറച്ച് സമയം ഒരു വീഡിയോ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ ആ ഹിന്ദിക്കാർ ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? No fai? Po? हर हर महादेव। वहाँ पर पास वाली बिल्डिंग में गिरा है, लेकिन ये यहाँ की हालत है, यहाँ पे ये हुआ। കണ്ടല്ലോ ഇസ്രായേൽ ഒരു ബങ്കറിലെ അവസ്ഥ. അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് മിസൈൽ കൊണ്ടുള്ളത്. പക്ഷെ ഇവരിയ്ക്കുന്ന ബങ്കറിലെ ആ ബങ്കർ പോലും പൊളിഞ്ഞുപോയി. ആ പാവപ്പെട്ട സ്ത്രീയുടെ മുഖത്ത് എത്രമാത്രം പേടി, എത്രമാത്രം ഭയമുണ്ട് നിങ്ങൾ നോക്കിയാട്ടെ. ഈ ബങ്കറിനെ കുറിച്ചും ഒരു മിസൈൽ അപ്പുറത്ത് വീഴുമ്പോ പൊളിഞ്ഞു പോന്ന ഈ ബങ്കറിനെ കുറിച്ചാണ് ഈ വേട്ടാവളിയന്മാർ രാത്രിയാകുമ്പോ കമുട്ട സാധനം അടിച്ചിട്ട് വീരവാദം മുഴക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല വേറൊരു ഹിന്ദിക്കാരനുണ്ടല്ല ഇറാന്റെ അക്രമത്തിൽ ഇസ്രായേൽ പൊളിഞ്ഞു പോണ ബിൽഡിങ്ങിലെ അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. मैं हूं अभी जेरूसलेम इजराइल में भाई। आपको दिखाता हूं यहाँ क्या हो गया। ये देखो भाई, आपको कार की विंडशील्ड टूटी हुई दिख रही है। सामने वो देखो घर क्या हालत हो गई है, और वो देखो ऊपर भी आपको शीशा वगैरह टूटा दिखाई देगा। बात यहीं खत्म नहीं होती। ये सामने देखो कार के ऊपर पत्थर पड़ा है भाई। जो पीछे वाला आपको प्लाट खाली दिख रहा है, खाली प्लाट नहीं है भाई। आपको दूसरी साइड से दिखाता हूँ। यहाँ भाई ईरान ने जबरदस्त अटैक किया था। पहले मैंने उस साइड से दिखाया था, अब ये देखो यहाँ पे जो इमारत थी वो बिल्कुल तहस नहस हो गई। और वो उस साइड देखो भाई, अब आपको दिखाता हूँ रोड की दूसरी साइड। ये देखो यहाँ भी 2 बिल्डिंगें थी, दोनों तहस नहस होगी। ईरान की मिसाइलों से जबरदस्त नुकसान हुआ था, फिर गवर्नमेंट ने इनको पूरी तरह ढहा दिया भाई। കണ്ടല്ലോ സംഘികളെ ആ ഹിന്ദിക്കാരനുണ്ടല്ല ഇസ്രായേലിൽ പൊളിഞ്ഞുകൂട ബിൽഡിങ്ങിന്റെ മൊത്തം അവസ്ഥ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഒന്നും ഉണ്ടല്ല കാലപ്പഴക്കത്തിൽ പൊളിഞ്ഞുകൂടല്ലേട്ടാ, ഇറാന്റെ മിസൈൽ ആക്രമല്ലേ അതിൽ പൊളിഞ്ഞുകൂടാണ് ആ ബിൽഡിങ്ങുകളൊക്കെ. അത് മാത്രമല്ല ഈ വീഡിയോയിലുണ്ടല്ല ഹിന്ദിക്കാരെ വേറൊരു കാര്യം കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിഞ്ഞുകൂട ബിൽഡിംഗില്ലേ അതൊക്കെയുണ്ടല്ല ഇസ്രായേൽ ടീം ഒന്നുണ്ടല്ല പെട്ടെന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അതായത് ഗ്രൗണ്ട് സീറോ ഇല്ലേ, ഒരു ബിൽഡിംഗ് പോലും നിൽക്കാത്ത ഗ്രൗണ്ട് സീറോ ലെവലിൽ ആ സ്ഥലമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് എന്താ വിചാരിക്കുന്നറിയാം, ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ്
പണിയാനുള്ള തുടക്കമായിരിക്കുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ടീമുണ്ടല്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇസ്രായേലിന്റെ ടീം കാണിക്കുന്ന ഉടായ്പ് കണ്ടിട്ടാണ് കുറെ സംഘികളും ക്രിസംഘികളും സുരക്ഷിതമായ സ്ഥലത്തിരുന്നിട്ട് ഇമാതിരി വീരവാദം മുഴക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഇരുന്നിട്ട് ഇസ്രായേലി നെതന്യാഹുവിന് എന്തെങ്കിലും പറയുമ്പോൾ തെറി വിളിക്കുന്ന ക്രിസംഘികളെ തിരിച്ചു കിട്ടുമ്പോഴും അതുപോലെ വാങ്ങിയിട്ട് വയറ് നിറയെ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് മോങ്ങിക്കോട്ട. അപ്പൊ ഇസ്രായേൽ ഇരുന്ന് മോങ്ങുന്ന ക്രിസംഘി സംഘി വർണ്ണങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.